കാട്ടാക്കടയിൽ CPIM-ന്റെ പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം. ഇരുചക്ര വാഹനങ്ങളിലെത്തിയ 20ഓളം പേരാണ് ആക്രമണം നടത്തിയത്. 4 പേരെ കാട്ടാക്കട പോലീസ് പിടികൂടിയിട്ടുണ്ട്. SDPI പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് CPIM-ന്റെ ആരോപണം. ഹരികൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ഹരി, ഇത് എപ്പോഴാണ് ഈ ആക്രമണം നടന്നത്? എന്താണ് ഇത്തരത്തിൽ CPM SDPI സംഘർഷമോ അല്ലെങ്കിൽ തർക്കമോ ഒക്കെ നിലനിൽക്കുന്ന മേഖലയാണോ അത്? പ്രജിൻ രാത്രി 9:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കാട്ടാക്കട CPM-ന്റെ ഓഫീസിൽ ഈ പാർട്ടി പ്രവർത്തകർ ഇരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായത്. ഇരുചക്ര വാഹനങ്ങളിലെത്തിയ ഏതാണ്ട് 20ഓളം പേരാണ് ഈ പാർട്ടി ഓഫീസിലേക്ക് എത്തി അക്രമം നടത്തിയത്. വിവിധ ഈ ക്യാരംസ് കളി, മറ്റ് പാർട്ടി യോഗങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു പാർട്ടി പ്രവർത്തകരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ യാതൊരു പ്രകോപനവും കൂടാതെ വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കൊണ്ട് ഇവരെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് CPM-ന്റെ പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത്. ഈ SDPI പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നുള്ളതാണ് CPM-ന്റെ ആരോപണം. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ 4 പാർട്ടി പ്രവർത്തകർക്ക് നിസ്സാരമായി പരിക്കേറ്റിട്ടുമുണ്ട്. ഏതായാലും പോലീസ് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സൂചന, കഴിഞ്ഞ ദിവസം ഈ ടർഫിൽ വെച്ച് 2 സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ഇതിന്റെ പ്രതികാരം എന്നോണം, വൈരാഗ്യം എന്നോണമാണ് ഇന്നത്തെ ഈ സംഭവം എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന ആദ്യ സൂചന എന്ന് പറയുന്നത്. ഇതിൽ മറ്റ് രാഷ്ട്രീയ കാരണങ്ങളോ മറ്റു കാരണങ്ങളോ ഉണ്ടോ എന്നുള്ളതിൽ പോലീസ് അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ. കാട്ടാക്കടയിലാണ് CPM ഓഫീസിന്റെ ആക്രമണം ഉണ്ടായത്. SDPI പ്രവർത്തകരാണ് എന്നാണ് CPM-ന്റെ ആരോപണം.